സൈബർ ആക്രമണമെന്ന സിപിഎം നേതാവ് കെ ജെ ഷൈനിന്റെ പരാതിയിൽ കേസെടുത്തു. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ സമൂഹമാധ്യമത്തിൽ അപമാനിച്ചു എന്ന വകുപ്പും IT ആക്ടും ചുമത്തിയാണ് കേസ്. ഷൈനിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഷൈനിനെതിരെ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണല്ലോ. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? മൊഴിയെടുപ്പ് പൂർത്തിയായോ? അമൃത, കെ ജെ ഷൈന്റെ സൈബർ ആക്രമണ പരാതിയിലാണ് ഇത്തരത്തിൽ നിലവിൽ കേസെടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ വിവരം. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. പ്രധാനമായിട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒപ്പം IT ആക്ട് കൂടി ഉൾപ്പെടുത്തിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഷൈന്റെ വീട്ടിൽ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ സൈബർ പോലീസ് എത്തി മൊഴിയെടുപ്പ് ആരംഭിച്ചത്. അത് പുരോഗമിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 വെബ് പോർട്ടലുകൾക്കെതിരെയും ഒരു യൂട്യൂബ് ചാനലിനെതിരെയും ഒരു ദിനപത്രത്തിനെതിരെയുമാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രചരണം ആദ്യം വന്നത് ഒരു ദിനപത്രത്തിലാണ്. പിന്നീട് യൂട്യൂബ് ചാനലുകളിലും വെബ് പോർട്ടലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് വളരെയധികം പ്രചരിക്കുകയായിരുന്നു. അത്തരത്തിൽ അത് കേന്ദ്രീകരിച്ച് ഒരു യൂട്യൂബ് ചാനലിനെതിരെയും ഒരു ദിനപത്രത്തിനെതിരെയും ഒപ്പം 5 വെബ് പോർട്ടലിനെതിരെയുമാണ് കേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. FIRന്റെ വിവരങ്ങൾ FIR പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഏതൊക്കെ യൂട്യൂബ് ചാനലാണ്, മാത്രമല്ല ഏതൊക്കെയാണ് വെബ് പോർട്ടലുകൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കണമെങ്കിൽ FIR പുറത്തു വരേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ അത് ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും കെ ജെ ഷൈനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഇന്ന് പരാതി നൽകുകയും തുടർന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ആലുവ റൂറൽ പോലീസിലേക്ക് കൈമാറുകയും സൈബർ വിങ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും നടക്കുന്ന സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൈന്റെ മൊഴി തന്നെയാണ്. ആദ്യഘട്ടത്തിൽ, അതായത് ഷൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പേരടക്കം പറഞ്ഞിരുന്നു. അത്തരത്തിൽ ആദ്യം ഒരു ബോംബ് വരുന്നുണ്ട് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തിയത് ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണം തനിക്കെതിരെ വന്നത്. വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ തനിക്കെതിരെ വന്നത് അതിനുശേഷമാണ് എന്നാണ് ഷൈൻ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും മൊഴിയിലുണ്ടോ എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. കാരണം അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷൈന്റെ മൊഴി തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് ചാനലുകളുടെയും വെബ് പോർട്ടലുകളിലൂടെയുമുള്ള ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ പോർട്ടലുകൾക്ക് എല്ലാമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചായിരിക്കും ഇതിലൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ, അതുപോലെ തന്നെ കമന്റുകൾ, ഇതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. നിലവിൽ ഈ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ പോലീസ്, ലിഡിയ? പോലീസ് അതിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഈ വെബ് പോർട്ടലുകൾക്കെതിരെയും യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഒക്കെ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ അത് പരിശോധിച്ചിട്ടുണ്ടാവേണ്ടതാണ്. മാത്രമല്ല ഇത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ പലയിടങ്ങളിലായി, പല സൈബർ ഇടങ്ങളിലായി ഇത് നടക്കുന്നത് കൊണ്ട് ഒരു സമയം ആവശ്യമാണ്. ഇത് വിശദമായി പരിശോധിക്കാനുള്ള ഒരു സമയം ആവശ്യമാണ്. പ്രധാനമായി നിലവിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 5 വെബ് പോർട്ടലുകൾക്കെതിരെയും യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പരാതി നിലവിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കേസ് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് മറ്റുള്ള ഇടങ്ങളിലേക്ക് കൂടി, മറ്റ് സൈബർ ഇടങ്ങളിലേക്ക് കൂടി പോലീസ് പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ട്. അതായത് കമന്റുകൾ കേന്ദ്രീകരിച്ചും മറ്റ് സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളും അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം, ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് അതിൽ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമൃത, ശരി. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.